ശരിക്കും ഇവിടെ കോമഡി പറയാൻ വന്നതാണ്. പക്ഷേ എനിക്ക് ആദ്യമായിട്ടൊരു എൻ്റെ ഒരു വിഷമമാണ് ചേട്ടനോട് പറയാനുള്ളത്. അതായത് എൻ്റെ വീട്ടിൽ 5 പേരാണ് ചേട്ടാ ഉള്ളത്. പക്ഷെ അതിൽ ഒരാൾക്ക് ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റണല്ലോ ചേട്ടാ. ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ 5 പേരുണ്ട്. ആ 5 പേരുണ്ടെങ്കിൽ മാത്രമല്ല ചേട്ടനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ വീട്ടിൽ 5 പേരിൽ ഒരാൾക്ക് ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റണില്ല. അയാളില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഒരു തൃപ്തി വരുന്നില്ല, ചോറ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു വിഷമാണ്. അത് ഞാൻ പറയാൻ സാർ. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, പിന്നെ മത്തിക്കറിയാണ് ഉള്ളത്. മത്തിക്കറിക്കാണ് ഇപ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്തത്. അത് ഈ TV സീരിയൽ കാരണമാണ് ഇപ്പോൾ മത്തിക്കറിക്ക് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റാത്തത്. അതായത് ചേട്ടാ, ഇപ്പോൾ എറണാകുളത്തൊക്കെ ഫ്രഷ് ടു ഹോം ആണല്ലോ, ഞങ്ങളുടെ ആലപ്പുഴയിലൊക്കെ ഫ്രഷ് ടു റോഡ് വരെ ആയിട്ടുള്ളൂ. അതായത് നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലായിട്ട് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഈ 100 വാട്ടിൻ്റെ ബൾബ് മീൻ്റെ കണ്ണിലിട്ടിട്ട് കുറേ ചേട്ടന്മാരിങ്ങനെ നിൽക്കും. അപ്പോൾ മനസ്സിലായി നമ്മൾ ആ മീൻ മേടിക്കും. ആ മീൻ മേടിച്ചുകൊണ്ട് അച്ഛൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയായിട്ടൊരു യുദ്ധമാണ്. കാരണം അമ്മ സീരിയലിനകത്തായിരിക്കും. ഈ യുദ്ധത്തിൽ എൻ്റെ അച്ഛൻ ഡെയിലി തോൽക്കുന്നത് കൊണ്ട് മത്തിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതുമാത്രമല്ല, അതിലും വലിയ എനിക്ക് വിഷമമായിട്ട് തോന്നിയത് ഈ മത്തിനെ മാത്രം പ്രേമിച്ച് എൻ്റെ വീട്ടിലെ പൂച്ച പിണങ്ങി നാട് വിട്ടുപോയി. അതാണ് എൻ്റെ രണ്ടാമത്തെ വിഷമം. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാനൊരു സ്റ്റാർട്ടപ്പാണ്. അതായത് എൻ്റെ അച്ഛനമ്മയുടെ ആദ്യത്തെ ബിസിനസ്സാണ് ഞാൻ. അറിയാലോ, ഈ ആദ്യത്തെ ബിസിനസ് വിജയിക്കാൻ പാടാണ്. അതുകൊണ്ട് 25 കൊല്ലമായിട്ട് ഞാൻ വീട്ടിലൊരു ബിസിനസ്സായിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് ആദ്യത്തെ കുട്ടിയെ നമ്മൾ ഏറ്റവും നന്നായിട്ട് തന്നെ നോക്കാൻ ശ്രമിക്കും. ആ കുട്ടിക്ക് ബുദ്ധി ഉണ്ടോ ഒന്നുമില്ലെന്ന് നമ്മൾ നോക്കത്തില്ല. ഏറ്റവും നല്ല ലെവലിൽ എത്തണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. ആദ്യമേ അവനെ കൊണ്ട് ICSE ചേർക്കും, അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ CBSE ചേർക്കും, അവിടെ നിന്ന് പറഞ്ഞു വിടുകൊണ്ട് കേരള സിലബസിൽ ചേർക്കും. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ വേറെ കേരളത്തിൽ സ്കൂളില്ലാത്തതുകൊണ്ട് മാത്രം 10ാം ക്ലാസ് പാസ്സാണ് കുറച്ച് പേരുണ്ടല്ലോ, ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും. ലോക്ക്ഡൗൺ വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ പുതിയൊരു ഹോബി കണ്ടുപിടിച്ചു. വീട്ടിലെ അമ്മയുടെയും കൂടി ഇരുന്ന് TV സീരിയൽ കാണുക. അത് ഇപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളും നാളെ തുടങ്ങണം. ഏറ്റവും നല്ലൊരു ഹോബിയാണ്. അതായത് TV സീരിയൽ ഞാൻ 2-3 ദിവസം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ സീരിയലും ഒരുപോലെയാണ്. അതായത് 2-3 വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ അമ്മായിയമ്മ നായിക, മരുമോള് വില്ലത്തി, അല്ലെങ്കിൽ മരുമോള് വില്ലത്തി, അമ്മായിയമ്മ നായിക. ഇനി ഇവർ 2 പേരും കൂടെ വില്ലത്തിയാണെങ്കിൽ ട്വിസ്റ്റാണ്, വേലക്കാരി ആയിരിക്കും നായിക. ഈ വേലക്കാരി എന്ന് പറയുമ്പോഴല്ലേ, ഈ നമ്മുടെ ഈ സീരിയലിലെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്. ഈ സീരിയലിലെ വേലക്കാരിക്കുണ്ടല്ലോ BGM ഒക്കെ ഉണ്ടാവും. പാത്രം കഴിയുമ്പോഴൊക്കെ BGM, ചായ കൊണ്ടുവരുമ്പോൾ BGM, അങ്ങനെ BGM ഉള്ള വേലക്കാരിയാണ് നമ്മുടെ സീരിയലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ സീരിയലിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഈ നായികമാരുടെ ഡ്രസ്സ് മാറും, പിന്നെ അവരുടെ ആഭരണം മാറും, പിന്നെ ഇന്ന് നായികയായിട്ട് വരുന്നവർ നാളെ അമ്മയായിട്ട് വരും. അതാണ് മെയിനായിട്ടുള്ള മാറ്റം. പിന്നെ സീരിയൽ ആർക്ക് വേണേൽ എഴുതാം, 2 ഡയലോഗ് അടിച്ചാൽ മതി. അവളെ ഞാൻ നശിപ്പിക്കും, അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. ഈ 2 ഡയലോഗ് ഇല്ലാത്തൊരു സീരിയൽ നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിലെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പാണല്ലോ. ഞാൻ ഇപ്പോഴും ഒരു സ്റ്റാർട്ടപ്പാണ്, പക്ഷേ എൻ്റെ അനിയൻ ഒരു സക്സസ്ഫുള്ളായ ബിസിനസ്സാണ്. അവന് ജോലിയുണ്ട് വീട്ടിൽ. അപ്പോൾ അവന് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ സൂം വഴിയൊക്കെയാണ് അവൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ റിട്ടയറാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ സൂമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കും, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും, KSRTC ബസ്സിലെ കണ്ടക്ടറായ അച്ഛൻ എങ്ങനെയാണ് വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ അച്ഛനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ജോലി സ്ഥലത്ത്. അതായത് കയറുക എന്നുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ സീരിയലൊക്കെ കണ്ട് മടുത്തിരിക്കുമ്പോഴാണ് എനിക്ക് കൊച്ചിയിൽ ജോലി കിട്ടിയത്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ കൊച്ചിയിലേക്ക് വീട് മാറിയപ്പോൾ സാറിനറിയാം, ഈ ബാച്ചിലേഴ്സിന് കൊച്ചിയിൽ റൂം കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഞങ്ങൾക്കൊരു റൂം കിട്ടി. അതായത് ഒരു എഞ്ചിനീയറുടെ കഴിവുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ റൂം കിട്ടിയത്. കാരണം ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ മേളിലൊരു കണ്ണാടിയാണ്. അതുകൊണ്ട് ഫാമിലിക്ക് ആർക്കും താമസിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണേൽ കണി കണ്ടുണരുന്ന അല്ലെങ്കിൽ ആട്ടി ഉണർത്തുന്ന ഒരു വീടെന്ന് ആ വീട് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ കണ്ണൊക്കെ തിരുമ്മി ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ മുകളിലെ വീട്ടിലെ ചേട്ടൻ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് തോർത്ത് വീടിനായിരിക്കും കാണും. അപ്പോൾ നമ്മൾ മേലോട്ട് നോക്കിയിട്ട്, ആ ചേട്ടാ ഇത് പുതിയതാണല്ലോ, ഇത് ഊട്ടയില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അപ്പം എന്ന് ഒരു ആട്ടം കണ്ടായിട്ട് ആ ആട്ടം കണ്ടാണ് ഞങ്ങളുടെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ ജീവിക്കാൻ വന്ന ടൈമിനാണ് കൊച്ചി മെട്രോയും വന്നത്. പക്ഷേ ഈ കൊച്ചി മെട്രോ കയറിയപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. അപ്സരസുകൾ ആകാശത്താണെന്ന് പറയുമല്ലോ, അത് സത്യമാണ്. കൊച്ചി മെട്രോ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെ ഡയാന ചേച്ചിനെ പോലെയുള്ള അപ്സരസുകളെ കാണണമെങ്കിൽ നമ്മൾ കൊച്ചി മെട്രോ തന്നെ കയറണം. നമ്മൾ ഈ പരിപാടിക്ക് തമാശ പറയണം, അതിന് സമ്മാനം ഉണ്ടെന്നറിയാം. പക്ഷെ ഇതുവരെ കേട്ടതിൽ ഏറ്റവും നല്ല തമാശ നീ ഇപ്പോഴാണ് പറഞ്ഞത്. നിനക്ക് പ്രൈസിനുള്ള സാധ്യതകൾ ആരാ? നിനക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല എന്ന് പറയുന്നത് ഇവിടെ? എന്തായാലും ഞാൻ മാർക്ക് കൊടുക്കുന്നില്ല. അല്ല ചേച്ചി, അല്ല ചേച്ചിനെ പറയാൻ എനിക്ക് ഒരു പേടിയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഡയാന ചേച്ചിനെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ ചേച്ചിനെ പറയുള്ളൂ. ഏതാ? അപ്സരസാ? അപ്സരസിനേക്കാളും സുന്ദരിയായിട്ടുള്ള ആള് ഏതാ? കപ്സറപ്പോ? ഭയങ്കര ഇതായിപ്പോയില്ലേ? ഭയങ്കര. എനിക്ക് ഇവിടെ
വളരെ അയ്യോ എനിക്ക് ഡയാനയുടെ തേങ്ങൽ ഞാൻ ഇവിടുന്ന് കേട്ടു. എനിക്ക് ഡയാനയുടെ തേങ്ങലാണ് അല്ല നെഞ്ചിടിപ്പാണ് എനിക്ക് കേട്ടത്. സുരഭിയുടെ തേങ്ങൽ ഞാൻ കേട്ടു. എൻ്റെ അടുത്തും വലുത് ഉയരിക്കുമല്ലേ. സാറിന് ഞങ്ങൾ മെട്രോയിൽ പോകുമ്പോൾ കിടന്നുറങ്ങിയൊക്കെയാണ് പോകുന്നത്, അധികം ആൾക്കാരില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് തോന്നി മെട്രോ 2 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ആൾക്കാർ കയറി അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ അത് തിരക്കായിക്കോളും എന്ന് വിചാരിച്ചു. ഇന്ന് കൂടുതൽ അപ്സരസുകളെ കാണാമല്ലോ എന്ന് ഓർത്ത് ഞാൻ മെട്രോയിൽ പോയി. മെട്രോ ചെന്നപ്പോഴാണ് ചേട്ടാ നമ്മുടെ ഈ അമ്പലപ്പറമ്പിൽ ആൾക്കാർ വരികയില്ലേ, അതുപോലെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ബലൂൺ വിൽപ്പനക്കാർ, കപ്പലണ്ടി വിൽപ്പനക്കാർ, കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും സെക്കൻഡ് ഹണിമൂൺ പോലെ ഇവിടുന്ന് അപ്പുറത്തായിട്ട് കപ്പലണ്ടി എറിയുന്നു. ഈ ചേട്ടൻ വായി പിടിച്ചെടുക്കുന്നു. അങ്ങനെ മൊത്തം ഒരു പാർക്കിൻ്റെ പ്രതീതി. അതിനുശേഷം ഞാൻ അപ്സരസിലെ കാണാൻ പോയിട്ടില്ല. ആ പരിപാടി ഞാൻ